വെച്ച പൈസേന്റെ പൈസ നടത്താൻ കഴിയാത്ത എന്താണെന്നുള്ള അത് നടത്തി തരാത്ത എന്താ 10 ലക്ഷം വെച്ച് പോസ്റ്ററൊക്കെ വെച്ചിട്ട് കാര്യമല്ലല്ലോ. നിങ്ങളുടെ ഈ നിലവിലുള്ള ഗ്രൗണ്ടിന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 45 ഞങ്ങൾക്ക് ഗ്രൗണ്ട് കളി കാണാന്നുള്ള ഞങ്ങൾ ഇനി ഉദ്ദേശം ഉണ്ടാവില്ല. രാവിലെ ഇങ്ങനെ കളി നടക്കുന്ന ഒരു സ്ഥലങ്ങൾ കോഴിക്കോട് ജില്ലയിലല്ല മലപ്പുറം ജില്ലയിൽ പോയാലും കാണില്ല. കളി നടക്കുന്നത് അത് ഇത്രയും വർഷങ്ങളായി 30 വർഷങ്ങളായി കണ്ടിന്യൂ വെച്ചു. ഈ 50 ലക്ഷം രൂപ ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി പഞ്ചായത്ത് വന്നപ്പോ ആദ്യം വെച്ച പ്രോജക്ട് വെച്ച് 50 ലക്ഷം രൂപ അതേ പറയാൻ പറ്റും. ഞാൻ പുള്ളിയും പറഞ്ഞിട്ട് മാഷക്ക് പറഞ്ഞിട്ട് വേണം പറയാൻ വെച്ചിട്ടാ ഈ പദ്ധതി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കാൻ PTRM ഇവിടെ വന്നപ്പോ പറഞ്ഞ പഞ്ചായത്ത് LDF പഞ്ചായത്ത് UDF LDF ആയിട്ടാണ് നടക്കാത്തതെന്നാണ്. പിന്നെ ഞങ്ങളെ ആളെടുത്ത് പോയിട്ട് ഞങ്ങളെ ചീത്താറിന് പറഞ്ഞേച്ചാ ഞങ്ങളാകെ ഈ ഒരു കാര്യമേ പറയുള്ളൂ. ഈ ഗ്രൗണ്ടിന്റെ കാര്യം വേറൊരു കാര്യം അതന്നെ പ്രാവശ്യം കൊണ്ടൊന്നുമില്ല. ആ സമയത്ത് ഞങ്ങൾ വേറൊരു കാര്യം ചോദിക്കില്ല. ഈ ഗ്രൗണ്ടിന് വേണ്ടി മാത്രമേ വികാരമുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്തിരുന്നു നമ്മളൊരു മാസ്റ്റർ പ്ലാൻ, അതായത് നേരത്തെ നിങ്ങൾ കണ്ടിട്ട് ബോർഡിലും നമ്മുടെ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞു ഡിക്ലെയർ ചെയ്യുന്ന മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ശശി തരൂർ ഉൾപ്പെടെയുള്ള നല്ല വിദഗ്ധന്മാരെ ചർച്ച ചെയ്തുകൊണ്ട് സാധനം കമ്മിറ്റി ഞങ്ങൾ പോയി പറഞ്ഞു, സെക്രട്ടറിയുടെ അടുത്ത് പോയി പറഞ്ഞു, അങ്ങനെ വിഷയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഓരോ എന്താ ചെയ്തിട്ടുണ്ട്, അവിടെ പോയി അവിടെ വെച്ചു. ഇവിടെ അപകട മേഖലയാണ് പുഴയിലിറങ്ങി. ഞാൻ മനസ്സിലാക്കിയതാട്ടെ, ഒരു ബോർഡാണ് കൊണ്ടുവച്ചു. ഒരു ബോർഡാണ് കൊണ്ടുവച്ചു, ഇത് അപകട മേഖലയാണെന്ന് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഓൾറെഡി 10 ലക്ഷം വെച്ചതും പഞ്ചായത്ത് പ്രസിഡന്റ് വെച്ചതും ഇനി മൂപ്പർ കയ്യിൽ തന്നെയാണ് സാധാരണ 29-30 കാത്തക്കണയിന്